Hi students, good morning. We are discussing the fourth chapter, production process. In the chapter we have discussed about what is production and what are the factors of production and what is the difference between goods and services. Ready? Then we have discussed first two factors of production, land and labor. Did you remember that? May I ask you one question? Yes. My question, what is the reward for labor? What is the reward for labor? Can you answer me? What is the reward for labor? Yes, wage is the reward for labor. Okay. Then, what are the factors of production? Land, labor, capital and organization. Okay, we discussed the first two, land and labor. Ready? Okay, today's class we can discuss the third factor of production, that is capital. Okay, ക്യാപിറ്റൽ, മൂലധനം. ഇനി നമുക്ക് മൂന്നാമത്തെ ഉൽപ്പാദന ഘടകത്തെക്കുറിച്ചാണ് പറയാനുള്ളത്, മൂലധനം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് മൂലധനം എന്ന് നോക്കാം. ടാങ്കിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. ടാങ്കിബിൾ ആണ്, നമുക്ക് തൊട്ട് നോക്കാൻ കഴിയുന്നതാണ്. വിസിബിൾ, കാണാൻ കഴിയുന്നതാണ്. മാൻമെയ്ഡ് തിങ്സ്, മനുഷ്യന്മാരുണ്ടാക്കിയതാണ്, അഥവാ ഭൂമിയല്ല എന്നർത്ഥം, മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ, എന്തിനുപയോഗിക്കുന്നതാണ്? ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ എന്ത് പറയുന്നു? ക്യാപിറ്റൽ എന്ന് പറയുന്നു, അല്ലേ? ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ്, മെഷീൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആർ ആൾസോ കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ. ഏതൊക്കെയാണ്? കമ്പ്യൂട്ടറുകൾ, പിന്നെ വെഹിക്കിൾസ്, വാഹനങ്ങൾ, മെഷീനറീസ്, അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ, അല്ലേ? ദെൻ ഇനീഷ്യൽ എമൗണ്ട്, നമ്മൾ പൈസ ആയിട്ട് ഇറക്കുന്ന പൈസ. ബേസിക്കലി ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രവർത്തനം തുടങ്ങുന്നതിനും ആദ്യം നമ്മൾ ഇറക്കുന്ന പൈസയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാമാണ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉൽപ്പാദന പ്രവർത്തനം നമ്മൾ നടത്തുകയാണെങ്കിൽ, നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആദ്യം പൈസ ഇറക്കേണ്ടി വരും? എന്തിനൊക്കെ വേണ്ടി വരും നോക്കുക. ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഫാക്ടറി, ഒരു ഫാക്ടറി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ ആദ്യം ഇറക്കണം. ബൈങ് എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ. പേയിങ് വേജസ് ടു ലേബേഴ്സ്, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ബൈങ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ ആദ്യം നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. ആ എമൗണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു ഉൽപ്പാദന പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിലും എസെൻഷ്യലായിട്ടുള്ള ഒരു ഘടകമാണിത്, ക്യാപിറ്റൽ. ഓക്കെ, നമുക്കൊന്നുകൂടെ വായിച്ച് നോക്കാം. ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം. ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിലും എന്താവശ്യമാണ്? ക്യാപിറ്റൽ, മൂലധനം ആവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി, ഒരു ഫാക്ടറി നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ബൈയിങ് എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ. പേയിങ് വേജസ് ടു ലേബേഴ്സ്, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ബൈയിങ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ, അസംസ്കൃത വസ്തുക്കൾ വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് വേണം? ആദ്യം നമ്മളൊരു എമൗണ്ട് ഇറക്കണം. ആ എമൗണ്ടാണ് എന്ത്? ക്യാപിറ്റൽ. ദെൻ എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ടാങ്കിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. ടാങ്കിബിളും വിസിബിളുമായിട്ടുള്ള സാധനങ്ങൾ എന്തിലാണ്? ഉൽപ്പാദന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ പിന്നെ മെഷീൻ ഉപയോഗിച്ചും നമ്മൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോതമ്പ് ഉപയോഗിച്ച് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഗോതമ്പ് എന്തല്ല? ക്യാപിറ്റൽ അല്ല, അത് അസംസ്കൃത വസ്തുവാണ്. അത് ആ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ മെഷീനറി ഒരു സാധനം ഉണ്ടാക്കിയാൽ അടുത്തതിനും അതേ മെഷീനറി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. മെഷീനറി, ബിൽഡിങ്, അതുപോലെ തന്നെ ഇനീഷ്യൽ നമ്മൾ ഇറക്കുന്ന പൈസ, അതുപോലെ തന്നെ വാഹനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക ഇവിടെ, നോളജ് ക്യാപിറ്റൽ.
നോളജ് ക്യാപിറ്റൽ. നോളജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മൂലധനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോളജ് ക്യാപിറ്റൽ, മനുഷ്യ മൂലധനം. Today we live in a knowledge society. Information technology and knowledge play a very important role in production. The effort to acquire knowledge capital is now prevalent in the world. നോളജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റലാണ്, മനുഷ്യ മൂലധനം. ചില ആളുകൾ എന്തായിരിക്കും, വളരെ ഗിഫ്റ്റഡ് ആയിരിക്കും, ഓരോ മേഖലയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ അതിലൊരു ക്യാപിറ്റലാണ്, ആ ഫീൽഡിലൊരു ക്യാപിറ്റലാണ്, ഒരു മൂലധനമാണ് അദ്ദേഹം. അതുപോലെ തന്നെ IT മേഖലയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന, അവർ അത്രയും ബുദ്ധി പ്രാഗൽഭ്യമുള്ള ആളുകൾ ആ മേഖലയിൽ എന്താണ്, ഒരു ക്യാപിറ്റലാണ് എന്നർത്ഥം. ഓക്കെ, അതാണ് മനുഷ്യ മൂലധനമാണ് എന്ത്, നോളജ് ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കുക, നമ്മൾ നേരത്തെ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ലേബർ, ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ നോക്കാം. എന്താണ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത? മൂലധനത്തിൻ്റെ ഒരു ഉൽപ്പാദന ഘടകം എന്നുള്ള രീതിയിൽ മൂലധനത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റു ഉൽപ്പാദന ഘടകങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ത്, ക്യാപിറ്റൽ. ഇപ്പം നോക്കുക, ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് തൊഴിലാളിക്കൊരു സഹായമാണ് അല്ലേ. തൊഴിലാളി ചെയ്യുന്ന കാര്യങ്ങളെ ഒരു മെഷീനും കൂടെ ഉപയോഗിച്ചാകുമ്പോൾ തൊഴിലാളിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെഷീൻ ഒരു ക്യാപിറ്റലാണ്. തൊഴിലാളി എന്ന് പറഞ്ഞ ലേബർ, നേരത്തെ പറഞ്ഞ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മൂലധനം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഉൽപ്പാദന ഘടകങ്ങളെ സഹായിക്കുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ എൻഹാൻസസ് ദ സ്കിൽ ഓഫ് ലേബർ. തൊഴിലാളികളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ, തൊഴിലാളികളുടെ കഴിവും നൈപുണ്യം വർദ്ധിപ്പിക്കാൻ ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് എന്നതാണ്. ദെൻ ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി. അതിന് മൊബിലിറ്റി ഉണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് ഹ്യൂമൻ ക്യാപിറ്റൽ ആണെങ്കിലും മെഷീനറി ആണെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നേരത്തെ നമ്മൾ ലാൻഡ് പറഞ്ഞിരുന്നു അല്ലേ, ലാൻഡ് ഇമ്മൊബൈലാണ്, ഇമ്മൊബിലിറ്റിയാണ് ലാൻഡിൻ്റെത്. ലാൻഡ് നമുക്ക് ഭൂമി ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പോകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ക്യാപിറ്റലിന് എന്തുണ്ട്, മൊബിലിറ്റി ഉണ്ട്. ക്യാപിറ്റൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ലൈക്ക് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ആൾസോ ഗെറ്റ് റിവാർഡ് അല്ലേ. നേരത്തെ ലാൻഡിന് റിവാർഡ് ഉണ്ട്, എന്തായിരുന്നു, റെൻറ്റ്. ലേബറിന് റിവാർഡ് ഉണ്ട്, വേജ്. അതുപോലെ ക്യാപിറ്റലിൻ്റെ റിവാർഡ്, പണം മുടക്കുന്ന ആൾക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ്. ഒരു ഉൽപ്പാദന പ്രവർത്തനത്തിന് ഭൂമി വിട്ടുകൊടുക്കുന്ന ആൾക്ക് റെൻറ്റ് കിട്ടും, അവിടെ തൊഴിൽ ചെയ്യുന്ന ആൾക്ക്, തൊഴിലാളിക്ക് കൂലി കിട്ടും, വേജ് കിട്ടും. എന്നാൽ അത് ഉൽപ്പാദനത്തിന് വേണ്ടി പണം മുടക്കുന്ന ആൾക്ക് എന്താ കിട്ടുക? യെസ്, ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. അദ്ദേഹത്തിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ് കിട്ടുന്നത്. റിവാർഡ് ഫോർ ക്യാപിറ്റൽ ഈസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ക്യാപിറ്റൽ. ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മാൻമെയ്ഡ് തിങ്സ് ആണ്. അതുപോലെ തന്നെ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നതാണ്. വിസിബിൾ ആൻഡ് ടാങ്കിബിൾ ആയിരിക്കും അല്ലേ. പൊതുവെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണം മുടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു ഉൽപ്പാദന പ്രവർത്തനത്തിനും എന്ത് വേണം, പണം മുടക്കണം. ആ പണം മുടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ്, ഓർഗനൈസേഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാസ്റ്റ് തന്നെ ഓർഗനൈസേഷൻ. എന്താണ്? ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇത് മൂന്നിനെയും ക്രോഡീകരിക്കുന്ന, അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ആളാണ് ആര്? ഓർഗനൈസർ. ആ കൂട്ടി യോജിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഓർഗനൈസേഷൻ. ഓക്കെ, ദ പേഴ്സൺ ഹു കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് ഓർഗനൈസർ ഓർ എൻ്റർപ്രണർ. ഈ ഘടകങ്ങളൊക്കെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ആളെ പറയുന്ന പേരാണ് എൻ്റർപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസർ. പിന്നെ മൂന്നും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം എന്താ, ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ഭൂമി ഒരു ഭാഗത്ത് കിടക്കും, തൊഴിലാളികൾ വേറെ ഭാഗത്ത് കിടക്കും, ക്യാപിറ്റൽ വേറെ ഭാഗത്ത് കിടക്കും, ഉൽപ്പാദനം നടക്കില്ല അല്ലേ. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഭൂമിയുണ്ട്, വേറൊരാൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, വേറൊരാൾ പൈസ മുടക്കാനും തയ്യാറാണ്.
എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. പൈസ മുടക്കാൻ തയ്യാറുള്ള ആളെടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് തൊഴിലാളിയെ വിളിച്ച് അവർക്ക് കൂലി കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് അതിന് പാട്ടം കൊടുത്ത് ഉൽപ്പാദന പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ ഒരാൾ വേണ്ടേ? ആ ആളാണ് ആരെ? ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ മറ്റു ഫാക്ടറികളൊന്നും തന്നെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അത് ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അത് മൂന്നും കൂടെ ഓർഗനൈസ് ചെയ്യുന്നവരാണ് ഓർഗനൈസേഷൻ. അപ്പോഴാണ് എന്ത് നടക്കുന്നത്? പ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്, ഉൽപ്പന്നം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം നടക്കുന്നത്. ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാകുന്നത്? പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് വായിച്ച് നോക്കുക. യു ഹാവ് സീൻ ദ ചാർട്ട് ഡെപ്പിക്റ്റിംഗ് ദ റോൾ ഓഫ് ആൻ ഓർഗനൈസർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഡു യു നൗ റിയലൈസ് ദ ഓർഗനൈസർ പ്ലേസ് വെരി വൈറ്റൽ റോൾ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്? ഇത് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ? ഓർഗനൈസർ ഈ മൂന്ന് കാര്യം കൊണ്ടും ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അത് മൂന്നും എന്ത് ചെയ്യുന്നില്ല? യോജിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് നടക്കില്ല? ഉൽപ്പാദനം നടക്കില്ല. അത് നടക്കാനുള്ള കാരണം എന്താണ്? അവിടെ ഓർഗനൈസർ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? റിവാർഡ് ഉണ്ടായിരുന്നല്ലോ. ലാൻഡിന് റിവാർഡ് ഉണ്ട്, റെൻറ്റ്. ലേബർക്ക് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്. ദെൻ വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ഓർഗനൈസർ? എന്താണ്? പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ഓർഗനൈസർ. ലാഭം ആർക്കുള്ളതാണ്? ഓർഗനൈസർക്കുള്ളതാണ് ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ്? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓർഗനൈസർ എന്നുള്ള ഉൽപ്പാദന ഘടകത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്താണ്? ഒന്ന്, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസർ? ഒരു ഓർഗനൈസറുടെ ഈ സൂചനകളിൽ നിന്ന് വേണം നമുക്ക് എന്ത് കിട്ടാൻ? ഓർഗനൈസർ എന്നുള്ള ഘടകത്തിൻ്റെ ഫീച്ചേഴ്സ് കിട്ടാൻ. എന്താണ്? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസർ? അപ്പോൾ ഒരു ഓർഗനൈസർ എന്താണ്? ഓർഗനൈസർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലാൻഡ്, ലേബറും ക്യാപിറ്റലൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ഓർഗനൈസർ. അതാണ് അയാളുടെ ഒബ്ജക്റ്റീവ്. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓർഗനൈസർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ഉൽപ്പാദന പ്രക്രിയയിൽ അയാളുടെ ഉത്തരവാദിത്തം എന്താണ്? ഉത്തരവാദിത്തം? യെസ്, കോർഡിനേറ്റിംഗ് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. അത് മൂന്നും എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഓർഗനൈസർ ഷുഡ് കോർഡിനേറ്റ്? ഏതൊക്കെ ഘടകങ്ങളെയാണ് ഓർഗനൈസർ കോർഡിനേറ്റ് ചെയ്യുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ദെൻ ഹൗ ക്യാൻ ദ സ്കിൽ ഓഫ് കോർഡിനേറ്റർ ബി എൻഹാൻസ്ഡ്? എങ്ങനെ ഒരു കോർഡിനേറ്ററുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസറുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാം? എങ്ങനെ എൻഹാൻസ് ചെയ്യാം? ബെറ്റർ ട്രെയിനിങ് അല്ല, ബെറ്റർ ട്രെയിനിങ്ങും ബെറ്റർ എഡ്യൂക്കേഷനും കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല സംരംഭകരെ വാർത്തെടുക്കാൻ. ഇപ്പം നിങ്ങൾ MBA കോഴ്സൊക്കെ കേട്ടില്ലേ? BBA, MBA, മാസ്റ്റർ ഇൻ ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ BBA അല്ലേ, ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ആ മേഖലയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ദ കോർഡിനേറ്റഡ് ഫങ്ഷനിങ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ which is an economic activity and result in product. ഈ ഉൽപ്പാദന ഘടകങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം നടക്കുന്നത്. അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്ത്? ഉൽപ്പന്നങ്ങൾ. ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് പ്രോഡക്ട്സ് ആർ എസെൻഷ്യൽ. ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രോഡക്ട്സ് വേണം, ഉൽപ്പന്നങ്ങൾ വേണം. നമുക്കിപ്പോൾ നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ നിരവധി സാധനങ്ങൾ വേണ്ടേ? നമുക്ക് വിശക്കുമ്പോൾ പിന്നെ തിന്നണമെന്നുണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വേണം. നമുക്ക് നമ്മുടെ വസ്ത്രം ധരിക്കണം എന്നുള്ള ആവശ്യം നിറവേറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വസ്ത്രങ്ങൾ കിട്ടണം. ഓരോന്നിനും നമുക്ക് എന്ത് വേണം? അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടണം. കിട്ടുമ്പോഴേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സ് വേണം. ദിസ് മേക്ക് പ്രൊഡക്ഷൻ എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രൊഡക്ഷൻ എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്.
ലെറ്റ് us see how it become continuous process. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നിൽക്കുന്നത്. കാരണം ആളുകൾക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്ക് പൈസ കിട്ടും. ആ പൈസ കൊണ്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിങ്ങനെ ഒരു ചാക്രിക പ്രവാഹമാണ്, സർക്കുലർ ഫ്ലോ ആണ്. ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനെ പറയുന്ന പേരാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. നോക്കാം, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫ്ലോ ചാർട്ട് എന്ത് മനസ്സിലായി? ഫസ്റ്റ് ഇവിടെ 2 ടീമാണ്. ഒന്ന് ഹൗസ് ഹോൾഡ്, മറ്റൊന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ, മറ്റൊന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ്, ഉൽപ്പാദന യൂണിറ്റുകൾ. ദെൻ ഫസ്റ്റ് ഫ്ലോ എന്താണ്? ഫസ്റ്റ് ഫ്ലോ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എവിടേക്ക് എത്തുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തുന്നു. അടിയിലുള്ള ഏറ്റവും താഴെയുള്ളതില്ലേ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് കാണിച്ചിരിക്കുന്നത്, അതാണ് ഇതിൽ ഫസ്റ്റ് ഫ്ലോ. ആദ്യം ജനങ്ങളെ, അപ്പോൾ ഭൂമിയുള്ള ആൾ ഭൂമി കൊടുക്കും, തൊഴിലാളികൾ അവരുടെ അധ്വാനം ലേബർ കൊടുക്കും, പണം മുടക്കാൻ താല്പര്യമുള്ള ആളുകൾ, ക്യാപിറ്റലിന് താല്പര്യമുള്ള ആളുകൾ അവരെ ക്യാപിറ്റൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ സംഘടിപ്പിക്കാൻ താല്പര്യമുള്ള ബിസിനസ് നടത്താൻ താല്പര്യമുള്ള ആളുകൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതൊരു സംരംഭമാക്കും. അപ്പോഴാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആകുന്നത്. അപ്പോൾ അതൊക്കെ ഹൗസ് ഹോൾഡിൽ നിന്ന് എവിടേക്ക് എത്തുന്നു? ഫേമിലേക്ക് എത്തുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഉൽപ്പാദന യൂണിറ്റ് ആകും. ഉൽപ്പാദന യൂണിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദനം നടക്കും അല്ലേ? അപ്പോൾ ഈ ഉൽപ്പാദനം നടക്കുമ്പോൾ അവിടുന്ന് ഈ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇവർക്ക് തിരിച്ചെന്താ കിട്ടുക? അതാണ് മുകളിലെ ഫസ്റ്റത്തത്, റിവാർഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നേരത്തെ ഭൂമി കൊടുത്ത ആൾക്കാർക്ക് ഇവിടെ നിന്ന് തിരിച്ച് കിട്ടും, റെൻറ്റ് കിട്ടും, പാട്ടം കിട്ടും. ദെൻ ലേബറിന് വേജ് കിട്ടും, കൂലി കിട്ടും. പണം മുടക്കിയ ആൾക്ക് ഇവരെന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. ദെൻ ലാസ്റ്റത്തത് ഓർഗനൈസർക്ക് അതിൻ്റെ പ്രോഫിറ്റും കൊടുക്കും. ആ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പൈസ ഹൗസ് ഹോൾഡിലാണുള്ളത്, സാധനം എവിടെയുള്ളത്? പ്രൊഡക്ഷൻ യൂണിറ്റിലാണുള്ളത് അല്ലേ? ഇപ്പോൾ ഉൽപ്പാദനം നടന്നു കഴിഞ്ഞ് ഇപ്പോൾ 1000 രൂപയ്ക്കുള്ള സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1000 രൂപ ഇപ്പോൾ ഹൗസ് ഹോൾഡിലാണുള്ളത്. 1000 രൂപ എങ്ങനെ വന്നു? ലാൻഡ് കൊടുത്ത ആൾക്ക് റെൻ്റായിട്ട് പൈസ കിട്ടി, തൊഴിലാളികൾക്ക് കൂലിയായിട്ട് കിട്ടി, അതുപോലെ തന്നെ പണം മുടക്കിയ ആൾക്ക് പലിശയായിട്ട് കിട്ടി, സംഘടിപ്പിച്ച ആൾക്ക് ലാഭമായിട്ട് കിട്ടി. അങ്ങനെ ആ പൈസ ഇപ്പോൾ എവിടെയുള്ളത്? ഹൗസ് ഹോൾഡിലാണ് പൈസ ഉള്ളത്. ആ 1000 രൂപയ്ക്കുള്ള സാധനം എവിടെയുള്ളത്? ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ആ സാധനം ഉള്ളത്. ഇനി അടുത്ത എന്താണ്? അടുത്ത ഫ്ലോ എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്കുള്ളതാണ്, പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്, തൊഴിലാളികൾക്ക് കൂലിയായിട്ടും റെൻ്റായിട്ടും മറ്റൊക്കെ ആയിട്ട് പൈസ കിട്ടിയിട്ടുണ്ട്. ആ പൈസ നമുക്ക് എന്തിനുള്ളതാണ്? ആ പൈസ നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ളതാണ്. അപ്പോൾ ആ പൈസ എങ്ങോട്ട് കൊടുക്കുന്നു? ഈ ഉൽപ്പാദന യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ആ പൈസ നമുക്ക് കിട്ടിയ പൈസ നമ്മൾ ഉൽപ്പാദന യൂണിറ്റിലേക്ക് കൊടുക്കും. ഉൽപ്പാദന യൂണിറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസക്ക് പകരമായിട്ട് സാധന സേവനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് തിരിച്ച് നമുക്ക് തരും. ആ സാധന സേവനങ്ങൾ കിട്ടിയാൽ നമ്മൾ ഉപയോഗിക്കും. അത് ഫുഡായിരിക്കാം, വസ്ത്രമായിരിക്കാം, എന്താണെങ്കിലും ആ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതൊരു കൂടിയിട്ട് ഒരു ഫ്ലോ കഴിഞ്ഞു. വീണ്ടും എന്താണ്? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അറിയാം, ആളുകൾ രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നു, അവർക്ക് പൈസ കിട്ടുന്നു, ആ പൈസ കൊണ്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നു? പിറ്റേന്ന് വീണ്ടും ജോലിക്ക് പോകുന്നു, പൈസ കിട്ടുന്നു, ആ പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇതന്നെയാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. Here the production unit produces goods and services and household unit consume them. ഉൽപ്പാദന യൂണിറ്റ് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു? അത് വാങ്ങി ഉപയോഗിക്കുന്നു. ഓക്കെ, വി ഹാവ് സീൻ ദാറ്റ് ദ പ്രൊഡക്ട്സ് ആർ കൺസ്യൂംഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ഈ സാധനങ്ങൾ കിട്ടുമ്പോഴാണ് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ഹ്യൂമൻ വാണ്ട്സ് ആർ മെനി. ജനങ്ങളുടെ ആവശ്യങ്ങൾ ധാരാളമാണ്. നമ്മൾ ആവശ്യങ്ങൾക്കൊരു കമ്മി ഉണ്ടാവും, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വെൻ വി സാറ്റിസ്ഫൈ വൺ വാണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറ്റപ്പെട്ടാൽ അനദർ എമർജസ്, അടുത്തത് ഉണ്ടാകും. നമുക്ക് ഇപ്പം ആവശ്യം ഫുഡ് കിട്ടലാണെന്ന് വിചാരിക്കുക,
നമുക്ക് ഫുഡ് കിട്ടലാണ് ഇപ്പോഴത്തെ ആവശ്യം. അപ്പോൾ നമ്മൾ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആവശ്യം ഉണ്ടാവും, വസ്ത്രം കിട്ടണം അല്ലേ, പിന്നെ നമുക്കൊരു വണ്ടി വേണം, പിന്നെ ഒരു വീട് വേണം. ഓരോന്നും ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ചിട്ട് അടുത്ത ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അഥവാ ആളുകളുടെ ആവശ്യങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്, മെനി ആണ്. വിത്ത് ചേഞ്ചസ് ഇൻ വാണ്ട്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൾസോ ചേഞ്ചസ് കറസ്പോണ്ട്ലി. ആളുകളുടെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് സാധന സേവനങ്ങളും അതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദ നീഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്, അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിലാണെന്ന് വിചാരിക്കുക, എല്ലാവരും ദരിദ്രരായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ദാരിദ്ര്യമുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്തായിരിക്കും? ഭക്ഷണ സാധനങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ്? ഭക്ഷണ സാധനങ്ങളുടെ ഉൽപ്പാദനത്തിലാണ്. എന്നാൽ ആളുകൾ കുറച്ച് സാമ്പത്തികമായിട്ട് ബെറ്റർ ചെയ്യുമ്പോൾ ആളുകളുടെ ആവശ്യങ്ങൾ അതിനേക്കാളും കുറച്ചും കൂടി കൂടും. അപ്പോൾ പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് കുറച്ചും കൂടെ വസ്ത്രങ്ങൾ വേണം, വാഹനങ്ങൾ വേണം അല്ലേ, വീടുണ്ടാക്കണം, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് വേണം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ആ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പുതിയ സാധനങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഹെൻസ് ദിസ് പ്രോസസ് ഇസ് കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ ഈ സാധനം എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഉൽപ്പാദന പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ഒരു തുടർ പ്രവർത്തനമാണ്. ഓക്കെ, ബട്ട് ഓൾ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഫ്രം ദ ഫിഗർ എബവ്. അതെല്ലാം നമുക്ക് മുകളിലുള്ള ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നോക്കാം എന്തൊക്കെയാണ് ആ മുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് അതിൽ നിന്ന് എത്താൻ പറ്റുന്ന നിഗമനങ്ങൾ എന്ന് നോക്കാം. The household unit supply the land, labor, capital and organization to the production unit. ഒന്നാമത്തെ ഫ്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ്? ഹൗസ് യൂണിറ്റിൽ നിന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇത് എവിടേക്ക് പോകുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈസ് ഗിവൻ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. അതിന് പകരമായിട്ട് ഹൗസ് ഹോൾഡ് യൂണിറ്റ് തിരിച്ച് കിട്ടുന്നത് എന്താണ്? റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതൊക്കെയാണ് അവർക്ക് തിരിച്ച് കിട്ടുന്നത്. Then the production unit supply goods and services to the household unit. ഉൽപ്പാദന യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ അവർ എവിടേക്ക് സപ്ലൈ ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേ പ്രൈസ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ആ സാധനങ്ങൾ കിട്ടുമ്പോൾ ഹൗസ് ഹോൾഡ് അവർക്ക് ലഭിച്ച പൈസ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ റിവാർഡായിട്ട് ഈ സാധനങ്ങൾക്കുള്ള പൈസയായിട്ട് ഉൽപ്പാദന യൂണിറ്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, since the production and consumption are continuous, the economic activities follow a circular pattern. ഉൽപ്പാദനവും ഉപഭോഗവും തുടർച്ചയായി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കൊരു സർക്കുലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നു, അഥവാ ഒരു ചാക്രിക രൂപം കാണാൻ സാധിക്കുന്നു. അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളുടെ യുക്തിക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രെഡ് കമ്പനിയിൽ ആണ് നിങ്ങളുടെ ഉപ്പയ്ക്ക് ജോലി എന്ന് വിചാരിക്കുക. ഉപ്പ രാവിലെ ജോലിക്ക് പോകുന്നു ബ്രെഡ് കമ്പനിയിലേക്ക് അല്ലേ. അവിടെ ജോലിക്ക് പോയിട്ട് ഉപ്പ അവിടെ കൊടുക്കുന്ന എന്താണ്? ഉപ്പയുടെ അധ്വാനം, ലേബർ അവിടെ കൊടുക്കുന്നു. ആ ലേബറിന് പകരമായിട്ട് ഉപ്പയ്ക്ക് അവിടുന്ന് എന്ത് കിട്ടുന്നു? ലേബറിൻ്റെ റിവാർഡായിട്ടുള്ള വേജ് കിട്ടുന്നു. ദെൻ ആ വേജ് ഉപ്പ എന്ത് ചെയ്യുന്നു? ബ്രെഡ് വാങ്ങാൻ വേണ്ടി കടയിൽ കൊടുക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ആ പൈസ അവിടെ കൊടുത്തു കഴിയുമ്പോൾ ആ ബ്രെഡ് കമ്പനി ഉൽപ്പാദിപ്പിച്ച ബ്രെഡ് ഉപ്പയ്ക്ക് കിട്ടുന്നു. ഉപ്പ അത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, നിങ്ങളത് ഉപയോഗിക്കുന്നു. പിറ്റേ ദിവസം വീണ്ടും അത് തന്നെയല്ലേ നടക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? വിസിറ്റ് എനി പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ഈച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. നിങ്ങളെടുത്തുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പാദന യൂണിറ്റ് നിങ്ങളെ വിസിറ്റ് ചെയ്യാം. അത് ഏതെങ്കിലും ചെറിയ കമ്പനികളെ, വീടിനടുത്തൊക്കെ ഏതെങ്കിലും ചെറിയ കമ്പനികളുണ്ടെങ്കിൽ ആ കമ്പനി വിസിറ്റ് ചെയ്തിട്ട് അവിടെ ചെന്ന് നോക്കുക. അപ്പോൾ അവിടെ എന്തൊക്കെ ഉൽപ്പാദന ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഓരോ ഉൽപ്പാദന ഘടകങ്ങളും ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കുന്നു, അത് ഉൽപ്പാദന പ്രവർത്തനത്തെ ഏതെല്ലാം രീതിയിൽ സഹായിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. ഇനി ഇന്നത്തെ ഒരു ഫോളോ അപ്പ് വേണ്ടേ? ഇന്നത്തെ ഫോളോ അപ്പ് നിങ്ങൾ 4 ഉൽപ്പാദന ഘടകങ്ങളും പട്ടികപ്പെടുത്താം. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് കോളത്തിൽ ഓരോന്നിൻ്റെയും റിവാർഡ് താഴോട്ട് ചെയ്താൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് താഴോട്ട് ചെയ്താൽ അടുത്ത കോളത്തിൽ അതിൻ്റെ റിവാർഡാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും റിവാർഡ് എഴുതുക.
മൂന്നാമത്തെ കോളത്തിൽ അതിൻ്റെ ഫീച്ചർ ഏതെങ്കിലും ഓരോന്നിൻ്റെയും ഓരോ ഫീച്ചർ വീതം നിങ്ങൾ എഴുതിയിട്ട് ഒരു പട്ടിക, ഒരു 3 കോളമുള്ള ഒരു പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ ഫോളോ അപ്പ് വർക്ക്. ഓക്കെ, ബൈ.